റോബിൻ, നമസ്കാരം. നമസ്കാരം സാർ. തൂമ്പയൊക്കെ ആയിട്ടാണല്ലോ. അതെ സാറേ, മലയിഞ്ചി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് മലയിഞ്ചി. മലയിഞ്ചി എല്ലാ കുന്നിൻപുറങ്ങളിലും മലമേടുകളിലും കൃഷി ചെയ്യാം അല്ലേ? എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം, ഉണക്ക് ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും. ഇത് എത്ര വർഷം കഴിഞ്ഞാൽ ഇത് പോവില്ല, ഇങ്ങനെ ചോട് വലുതായിക്കൊണ്ടിരിക്കും. അത് ശരി. അപ്പൊ ഇത് അവിടെ പൂവ് കാണുന്നുണ്ടല്ലോ. അതെ, ഇത് പറിക്കാറായാണ് ശരിക്കും. പൂ വന്നാലും ഇത് പോവില്ല. ആ തണ്ട് ഉണങ്ങിയിട്ട് അടുത്ത ഇതുപോലെ അടുത്ത കാനി കയറി വരും. അതെ അതെ, ഇത് പറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പറിച്ചിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഇത് ഉണങ്ങി പോയതാണ് അങ്ങനെ. പൂ വന്നിട്ട് ഉണങ്ങി പോയിട്ട് അതിന് അടുത്ത കാനിയുണ്ട്. അത് ശരി, കയറി വന്നോണ്ടിരിക്കും. ഇത് ചോട് വലുതായി വരുവുള്ളൂ. ഇത് എന്തിനു ഉപയോഗിക്കുന്നതാ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്നത് കന്നുകാലികൾക്ക് അസുഖം വരുമ്പോൾ ഇത് ചതച്ച് നമ്മുടെ നീര് കൊടുക്കുമായിരുന്നു, ദഹനക്കേട് അങ്ങനെയുള്ളതൊക്കെ. ഇപ്പൊ ഇത് ശരിക്കും വ്യാപകമായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ശരി. ഇത് എങ്ങനെയാ ഇത് കിഴങ്ങ് പറിച്ച് കൊണ്ടുപോകുന്നത്? ഇത് കിഴങ്ങ് പറിച്ച് നമ്മൾ ഉണങ്ങി കൊടുക്കണം. ഉണക്കി കൊടുത്താൽ നല്ല വിലയുണ്ട്. അതിൽ പച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. അത് ശരി, പച്ചയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശരി, പച്ചയായിട്ട് കിഴങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഉണങ്ങി ഒരു കിഴങ്ങ് പറിച്ച് നോക്കാം. കുറെ നാളുകളായി പറിച്ചിട്ടല്ലേ? അതെ അതെ, പറിച്ചിട്ടാണെങ്കിൽ ഇത് നമ്മള് ഒടിഞ്ഞു പോയത്. ഒടിഞ്ഞു പോയി. അതെ, ഇതിപ്പോ പറഞ്ഞ പുതിയതായി വരുന്നതേ ഉള്ളൂ. പുതിയ കാനി എന്നുള്ളതാണ്. അത് ആയി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് ഒന്ന് ഒടിച്ചെടുത്ത ഒരു കഷ്ണം. ഓ, അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് വേര് കളയണം. വേര് വെട്ടിക്കളഞ്ഞിട്ട് ഇത് അരിഞ്ഞ് വേരിട്ടിട്ട് ഉണങ്ങണം. ഉണങ്ങിയാണ് ഇത് കൊടുക്കുക. ഉണങ്ങി കഴിഞ്ഞാൽ വില കൂടുതലുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് ചുമ്മാ പച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. വേര് ചെത്തി കൊടുത്താൽ മതി. വേര് ചെത്തി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവര് സംസ്കരിച്ചോളൂ. ഇത് ഉണങ്ങിയാൽ നമ്മുടെ പ്രാദേശിക മാർക്കറ്റുകളിൽ കൊടുക്കാം അല്ലേ? പ്രാദേശിക മാർക്കറ്റിൽ കൊടുക്കാം. ശരി, എന്ത് വില കിട്ടും? ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70 രൂപ വരെ വില നമുക്ക് കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. ഒരു ചോട് പറിച്ചാൽ തന്നെ ചിലപ്പോൾ 1 കിലോ ഒക്കെ ഉണ്ടാവും അല്ലേ? 1 കിലോ അല്ല, ഇതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 കിലോ ഒക്കെ കിട്ടും. വലിയ ചോടാണിത്. അപ്പൊ എന്തായാലും മലയിഞ്ചി കൃഷിയിലേക്ക് മലനാട് നീങ്ങുന്നു. കാരണം മറ്റു കൃഷികളൊന്നും പിടിക്കാത്തടത്ത് ഇത് പിടിച്ചോളൂ അല്ലേ? ഇത് എവിടെ പാറക്കെട്ടാണെ പോലും ഇത് നമുക്ക് അങ്ങനെയുള്ള നമ്മൾ വേസ്റ്റ് സ്ഥലങ്ങൾ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ശരി, നമുക്കൊന്ന് വേറെ മറ്റൊന്നും സാധനങ്ങൾ ഉണ്ടാവില്ലാത്തടത്തേക്ക് ഇത് ചെയ്യുവാണെങ്കിൽ അവിടെയാണ് ഏറ്റവും നല്ലത്. പിന്നെ വിലയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ എന്നാ വെച്ചാൽ വേനൽ വരുമ്പോൾ ഇതിന് ആടുണ്ട്. ആടിനെ ഇതിന്റെ തലക വെട്ടി കൊടുക്കും. ഔഷധം കൂടിയിട്ടാണ് വിശപ്പ് മാറിക്കോളൂ. വേനൊക്കെ ഇങ്ങനെ ഇല ഇങ്ങനെ പച്ചപ്പ് തന്നെ കാണും. അപ്പം വേനൽ സമയത്ത് മറ്റു തീറ്റകൾ കൊടുക്കാനകത്ത് ഇതും കുറച്ച്. ആട് മാത്രമേ കഴിക്കുള്ളൂ, മറ്റു പശുക്കളും കഴിക്കും. ഓവറായിട്ട് കൊടുക്കരുന്നേ ഉള്ളൂ, കുറേശ്ശെ കൊടുക്കാം. അത് ശരി. എന്തായാലും റോബിൻ ജോർജിന്റെ കൃഷിയിടത്തിലെ ഒരു ഭാഗത്ത്, ഇത്തിരി പാഴായി കിടക്കുന്ന ഒരു ഭാഗത്ത് ഇത് മലയിഞ്ചി നട്ട് പരിപാടിക്കാണ്. ആ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.